BN ഹസ്കർ, ഇവിടെ കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് VC-യുടെ റിപ്പോർട്ടിൽ തന്നെ കണ്ടെത്തിയ കാര്യമാണ്. അതായത് രജിസ്ട്രാർ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഗവർണറോടും രാജ്ഭവനോടും കാട്ടിയ അനാദരവ്, ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തുടർ നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, രജിസ്ട്രാർ ഈ ഇമെയിൽ സന്ദേശം അയക്കുന്ന മാത്രയിൽ തന്നെ അവിടെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അരങ്ങേറിയിരുന്നു. അതും എങ്ങനെയാണ് ആസൂത്രണം ചെയ്തത്, അല്ലെങ്കിൽ അതിന്റെ തിരക്കഥയും എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. അവിടെ ഇത്രയും നാൾ ചൂണ്ടിക്കാണിച്ച ഭാരതാംബ എന്നുള്ളത് ഒരു മതചിഹ്നമാണ് എന്നുള്ളതിൽ ഒരു വിശദീകരണം നൽകാൻ കഴിയാത്തത്, രജിസ്ട്രാർക്ക് കഴിയാത്തത് ഒരു പോരായ്മ തന്നെയല്ലേ? അതായത് മറ്റാരുടെയോ സമ്മർദ്ദത്തിന്റെ ഫലമായി മാത്രം എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെയല്ലേ? അതല്ലായിരുന്നുവെങ്കിൽ, കൃത്യമായി രജിസ്ട്രാറുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എങ്കിൽ VC-ക്ക് കൃത്യമായൊരു മറുപടി നൽകാമായിരുന്നല്ലോ. അപ്പോൾ ആ മറുപടി തൃപ്തികരമല്ല. ഏത് മതചിഹ്നമാണെന്നുള്ളത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ രജിസ്ട്രാർ ആർക്കോ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട സ്വാശ്രയപരമായി പെരുമാറേണ്ട ഒരു ജനാധിപത്യ വേദിയാണ് സർവകലാശാല. അപ്പോ സർവകലാശാലയുടെ ഭരണസമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ്. അത് തെരഞ്ഞെടുക്കപ്പെട്ട വേദി കൂടിയാണ്. ആ വേദിയെ മറികടന്നുകൊണ്ടാണ് വൈസ് ചാൻസലർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗമാണ്. നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടും. തുടർ ദിവസങ്ങളിൽ അതിന്റെ നിയമപരമായിട്ടുള്ള വിവാദങ്ങൾ സമൂഹത്തിൽ അലയടിക്കുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പുള്ളത്. ശരി, സമയക്കുറവുള്ളത് കൊണ്ടാണ് എന്തായാലും ഇത് നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാറും വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ PS ഗോപകുമാർ, ഒരു മിനിറ്റിൽ ഇത് ഇടത് സെനറ്റ് അംഗങ്ങൾ എന്തായാലും വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ നിയമവശങ്ങൾ എന്നുള്ളത് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിന്മേലൊരു തുടർ നടപടി എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതിന് ഒരു കാര്യം കൂടി ഒരു സെന്റൻസ് കൂടെ പറയാം. ഇവിടെ RSSകാരും അതുപോലെ തന്നെ മറ്റ് ബഹുമാനപ്പെട്ട ഗവർണറും ഒന്നും ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയിട്ടില്ല എന്ന് പറയുന്നതിനോട് ഖേദപൂർവ്വം വിയോജിക്കാനേ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അവിടുത്തെ പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഗവർണർ ഈ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടി വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ഊന്നി പറഞ്ഞത് ഞാൻ ഇവിടെ ഇപ്പൊ സാന്ദർഭികമായിട്ട് യോജിക്കുന്നതുകൊണ്ട് പറയുന്നു. ഒന്ന്, ഈ ഭാരതാംബ വിവാദം കേരളത്തിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് വിവാദമാകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം രാജ്ഭവനിൽ ബീഹാറിൽ ഗവർണർ ചുമതലയിൽ ഇരിക്കുന്ന സമയത്ത് ബീഹാർ രാജ്ഭവനിൽ ഈ തരത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും എല്ലാ ചടങ്ങുകളിലും ഈ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കാറുണ്ടായിരുന്നു. അവിടെയൊന്നും യാതൊരു വിവാദവും ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗോവയിലെ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന സമയത്ത് അവിടെയും ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിരുന്നു. അവിടെയും വിവാദം ഉണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിൽ ഇതൊരു വിവാദമാകുമെന്നോ മനഃപൂർവ്വം ഈ തരത്തിൽ ഇവിടെ ഒരു സംഘർഷ സാധ്യത ഉടലെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഞാൻ ഈ തരത്തിൽ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. ഞാനത് സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് രാജ്ഭവനിൽ അല്ലാതെ മറ്റെവിടെയാണ് ഭാരതാംബയുടെ ചിത്രം വയ്ക്കുക എന്നുള്ളത് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. സമയക്കുറവുണ്ട്. ഒരു കാര്യം കൂടി അദ്ദേഹം ഈ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഭക്ഷണം വാങ്ങാൻ ക്യൂവിൽ പാത്രമായി നിൽക്കുന്ന സമയത്ത് എതിർ ലൈനിൽ അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അവിടെ പറഞ്ഞ വാക്കുകളാണ്. ഇപ്പൊ ഈ തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഇവരാരും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പൊരുതിയില്ല എന്ന് പറയുമ്പോൾ അതിനോട് ഖേദപൂർവ്വം വിയോജിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുന്നുള്ളൂ. പിന്നെ ഒന്ന്, ഈ തരത്തിൽ നിയമപരമായിട്ട് ബഹുമാനപ്പെട്ട ചാൻസലറുടെയും അതുപോലെ തന്നെ ഗവർണറുടെയും ഇടപെടലിനെ ചോദ്യം ചെയ്യാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവകലാശാലയുടെ ചട്ടപ്രകാരം, സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് സിൻഡിക്കേറ്റിന്റെ അധികാരം വൈസ് ചാൻസലർ നിക്ഷിപ്തമാണ്. അവിടെ തന്നെയാണ് ഗുരുതരമായ ചട്ടലംഘനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാത്രം മാറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്ധതയാണോ രജിസ്ട്രാറെ ബാധിച്ചത് എന്നുള്ളത് തന്നെയാണ് ഈ വിവാദത്തിന് പിന്നിലും വ്യക്തമാകുന്നത്.